മിക്കവാറും ദിവസങ്ങളിൽ പയറും വെണ്ടയ്ക്കയും ഉണ്ടാകും കേട്ടോ. അത് എങ്ങനെ പോയാലും ഒരു 2 ദിവസം ഇടവിട്ട് ഈ സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കൂർക്ക നടാമെന്ന് വെച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചതാണേ. അതിനകത്ത് വലിയ കൂർക്കയൊക്കെ എടുത്തിട്ട് ആ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ, നമുക്ക് ഈ അതിൻ്റെ തൊലി പൊളിക്കാൻ പറ്റാത്ത അതെല്ലാം കൂടെ മാറ്റി വെച്ചിരുന്ന. അപ്പോൾ അത് ഇന്നങ്ങ് നടാമെന്ന് വെച്ചു. അപ്പം ഞാൻ അന്നൊരു കോവലിൻ്റെ കമ്പ് നട്ടില്ലായിരുന്നോ, അതെനിക്ക് പിടിച്ച് കിട്ടിയില്ല കേട്ടോ. അതങ്ങ് അവിടെ ഇരുന്നങ്ങ് അഴുക്കായിപ്പോയി. അപ്പോഴാ ഗ്രോ ബാഗിനകത്തോട്ട് ഈ കൂർക്കയൊക്കെ അങ്ങ് നട്ടേക്കാന്ന് വെച്ച്. ഇത് വലിയ ഭാരിച്ച പണിയൊന്നുമല്ല കേട്ടോ. കൂർക്ക ജസ്റ്റ് അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. ഒരു മാസം എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോഴേക്കും അതിനകത്ത് കിളിർത്തേ അത് നന്നായിട്ട് അതിൻ്റെ തളിപ്പൊക്കെ ഉണ്ടായി നിൽക്കും. അപ്പോഴത് നമ്മൾ ഒടിച്ചെടുത്ത് സെപ്പറേറ്റ് നടുക വേണ്ടത്. ഈ സൈഡിൽ വേറെ കുറച്ച് പേരൂടെ ഉണ്ട് കേട്ടോ. 2 ഗ്രോ ബാഗ് നിറച്ച് കടുക് നട്ടിട്ടുണ്ട്. അത് എൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും കടുക് താഴെ പോയത്, അതെല്ലാം തൂത്തുവാരിക്കൊണ്ട് നട്ടത്. അതേതായാലും നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കൂവക്കിഴങ്ങ്, അതുപോലെ കാന്താരി, ഇതൊക്കെ ഈ സൈഡിലുണ്ട്. അപ്പോൾ ഇത്രയും സാധനമാണ് എനിക്കിന്ന് കിട്ടിയത്. ഞാനിവിടെ കുറച്ച് പേര് ഇങ്ങനെ മുളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് പേരെ മാറ്റി നടാൻ പോവാം. പാവൽ തന്നെ ആദ്യം എടുക്കാം. ഇപ്രാവശ്യം ഞാൻ ചകിരിച്ചോറിലാണ് ഈ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി വെച്ചത്. അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഈസി ആയിട്ട് നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാം. നേരത്തെ മണ്ണിലൊക്കെയാണ് നടുന്നതെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോഴേക്കും ആ മണ്ണൊക്കെ പോയി അങ്ങ് വല്ലാതാകുമായിരുന്നു. അപ്പോൾ ഇതിൽ അത് അതുപോലെ തന്നെ നിൽക്കും. അത് നേരെ എടുത്ത് നമ്മൾ ആ ഗ്രോ ബാഗിനകത്തോട്ട് വെച്ചാൽ മതി. അപ്പോൾ ഒരു 3-4 മൂട് പാവൽ മാറ്റി നട്ടു. അത് നട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് ഞാൻ സാധാരണ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ടെറസിലോട്ട് മാറ്റാമെന്ന് വെച്ചു.